ഹലോ കൂട്ടുകാരെ, നമുക്കിപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മരിയാപ്പസ് ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിനി മുട്ടയുടെ എഗ്ഗ് യോക്കും എഗ്ഗ് വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാവേ. നമ്മുടെ എഗ്ഗ് യോക്ക് ഒട്ടും നമ്മുടെ എഗ്ഗ് വൈറ്റിലേക്ക് വീഴാതെ ശ്രദ്ധിക്കണേ. നമ്മുടെ എഗ്ഗ് യോക്ക് എഗ്ഗ് വൈറ്റ് വീണാൽ നമ്മുടെ എഗ്ഗ് വൈറ്റ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടുകയില്ലായേ. ശേഷം നമ്മുടെ എഗ്ഗ് വൈറ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ഡസ്റ്റ് ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ. നമ്മുടെ എഗ്ഗ് വൈറ്റ് നല്ല സ്റ്റിഫായിട്ട് വരണേ. ശേഷം നമ്മളതൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗളിൽ നമ്മുടെ ബാക്കിയുള്ള 3 എഗ്ഗ് യോക്കും ഒരു 1/4 കപ്പ് ഷുഗർ ഡസ്റ്റും ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൊണ്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ശേഷം അതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളതിലേക്ക് ഒരു 3/4 കപ്പ് മൈദ കുറേശ്ശെ ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതിയേ. ശേഷം നമ്മളതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കണേ. പിന്നെ നമ്മൾ അടിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ എഗ്ഗ് വൈറ്റ് കുറേശ്ശെ അതിലേക്കിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നമ്മൾ ഷിഫോൺ കേക്കാണല്ലോ, അപ്പോൾ നമ്മൾ ഒത്തിരി മിക്സ് ചെയ്യരുത്. ഒത്തിരി കട്ടിയായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് നല്ല മയമുള്ള കേക്ക് കിട്ടുകയില്ലേ. അപ്പോൾ നമ്മൾ എഗ്ഗ് വൈറ്റ് മുഴുവൻ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓവനിലോ പാത്രത്തിലോ വെച്ച് ഒരു 40-45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാവേ. ഈ സമയങ്ങളിൽ നമ്മൾ ക്രീം ഒന്ന് സെറ്റാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു 100 ഗ്രാം വീതം ക്രീം ചീസും ബട്ടറും മിൽക്ക് മെയ്ഡും ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടി ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് ഒരു 5 മിനിറ്റ് നേരത്തേനെ. പിന്നെ നമ്മുടെ കേക്ക് ഒന്ന് നടുവേ കട്ട് ചെയ്തിട്ട് ഒരു പീസ് കേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ക്രീമൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് തേച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നമ്മുടെ ബാക്കി കേക്കും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് നമ്മുടെ ക്രീമൊക്കെ ഒന്ന് നന്നായിട്ട് അതിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചേദാർ ചീസ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. നമ്മളതിൻ്റെ മുകളിലും ചുറ്റിലും എല്ലാം നമ്മുടെ ചീസൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണേ. ഇനി ചേദാർ ചീസ് കിട്ടിയില്ലെങ്കിൽ അമൂലിൻ്റെയോ ഏതെങ്കിലും ഒരു ചീസ് എടുത്താലും മതിയേ. ഞാൻ 2 ചെറിയൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മരിയാപ്പസ് ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.